മെൻ്റൽ റിട്ടാർഡേഷൻ F7 മെൻ്റലി ചാലഞ്ച്ഡ് ഇൻഡിവിജ്വൽസ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ സബേവറേജ് ജനറൽ ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിങ് റിസൾട്ടിങ് ഇൻ ഓർ അസോസിയേറ്റഡ് വിത്ത് കൺക്രൻറ്റ് ഇമ്പയർമെൻറ്റ് ഇൻ അഡാപ്റ്റീവ് ബിഹേവിയർ ആൻഡ് മാനിഫെസ്റ്റഡ് ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റൽ പീരിയഡ്. ഇത് ഡെവലപ്മെൻറ്റൽ പീരീഡിൻ്റെ ടൈമിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതിന് കാരണം സബേവറേജ് ജനറൽ ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിങ് ആണ്. അതായത് നോർമലായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിങ്ങിനേക്കാളും താഴ്ന്നിട്ടുള്ള ഒരു ഇതുകൊണ്ട് കാരണമാകുന്നതാണ് ഇമ്പയർമെൻറ്റ് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ഫെയിൽ ആകാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇമ്പയർ ആകാൻ തുടങ്ങും ഈ ഒരു സബേവറേജ് ജനറൽ ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിങ് കാരണം. അടുത്തത് എത്തിയോളജിയാണ്. ഇതിൽ കുറച്ച് ഫാക്ടേഴ്സാണ്: ജനറ്റിക് ഫാക്ടേഴ്സ്, പ്രീനാറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ പെരിനാറ്റൽ ഫാക്ടേഴ്സ്, പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇതിൽ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സിൻ്റെ കോഡ് CMCG എന്നാണ്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, cranial malformation, growth disease of brain. ഇതിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ പീഡിയാട്രിക്കിൽ പഠിക്കുന്ന സാധനമാണ്. ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, പിന്നെ നമ്മുടെ ട്രൈസോമി എക്സ് സിൻഡ്രോം, പിന്നെ വരുന്നതാണ് കാറ്റ് ക്രൈ സിൻഡ്രോം ഒക്കെ. പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ഫീനൽ കീറ്റോയൂറിയ, ഗാലക്ടോസീമിയ, വിൽസൺസ് ഡിസീസ് ഒക്കെ. പിന്നെ ക്രേനിയൽ മാൽഫോർമേഷനിൽ വരുന്നതാണ് ഹൈഡ്രോസെഫാലി, നമ്മുടെ മറ്റേ വെള്ളം എന്നിട്ട് മറ്റേ ഫ്ലൂയിഡ് കൂടിയിട്ട് തല വലുതാകുന്നത്. പിന്നെ മൈക്രോസെഫാലി, കുഞ്ഞാകുന്നത്. പിന്നെ ഗ്രോസ് ഡിസീസ് ഓഫ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ട്യൂബറസ് സ്ക്ലെറോസിസും ന്യൂറോ ഫൈബ്രോമാറ്റോസിസും എപ്പിലെപ്സിയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രീനാറ്റൽ ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ കോഡ് നോക്കുകയാണെങ്കിൽ ഐ പൈപ്പ്. അതിൽ ഇൻഫെക്ഷൻസ് ആണ്. ഒബെല്ല, സൈറ്റോമെഗാലോ വൈറസ്, സിഫിലിസ്, ടോക്സോപ്ലാസ്മോസിസ്, ഹെർപ്പസ് സിംപ്ലക്സ് ഒക്കെ ഇൻഫെക്ഷൻ കാരണമൊക്കെ ഇത് വരുന്നുണ്ട് പ്രീനാറ്റലി. പിന്നെ ഫിസിക്കൽ ഡാമേജ് ആൻഡ് ഡിസോർഡേഴ്സ് ആണ്. ഇതിൽ വരുന്നതാണ് ഇഞ്ചുറി, ഹൈപ്പോക്സിയ, റേഡിയേഷൻ, ഹൈപ്പർ ടെൻഷൻ, അനീമിയ, എംഫൈസീമിയ ഒക്കെ. ഇഞ്ചുറി, ഹൈപ്പോക്സിയ. പിന്നെ ഇൻടോക്സിക്കേഷൻ ആണ്. ലെഡ്, സർട്ടൻ ഡ്രഗ്സ്, സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ. പിന്നെ പ്ലാസെൻ്റൽ ഡിസ്ഫങ്ഷൻ കാരണം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് പ്രീനാറ്റൽ ഫാക്ടേഴ്സ്: ടോക്സീമിയ ഓഫ് പ്രഗ്നൻസി, പ്ലാസെൻ്റ പ്രീവിയ, കോഡ് പ്രൊലാപ്സ്, ന്യൂട്രീഷണൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഒക്കെ. പിന്നെ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ആണ്. ഹൈപ്പോതൈറോയിഡിസം, ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പോപാരാതൈറോയിഡിസം ഒക്കെ. ഹൈപ്പോതൈറോയിഡിസം, പിന്നെ DM. പിന്നെ വരുന്നത് പെരിനാറ്റൽ ഫാക്ടേഴ്സ് ആണ്. ബർത്ത് ആസ്ഫിക്സിയ, പ്രൊലോങ്ഡ് ഓർ ഡിഫിക്കൽട്ട് ബർത്ത്, പ്രീമെച്യൂരിറ്റി, കേണിക്ടറസ്. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി, അതായത് നമ്മൾ മറ്റേ വലിച്ചെടുക്കുമ്പോഴൊക്കെ ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സാണ്. ഇൻഫെക്ഷൻ കാരണം എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, മീസിൽസ്, സെപ്റ്റിസീമിയ ഒക്കെ. ഒന്നുമില്ലെങ്കിൽ എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് നമ്മുടെ ബ്രെയിൻ വരുന്നില്ലേ. പിന്നെ സെപ്റ്റിസീമിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആക്സിഡൻസ്, ലെഡ് പോയ്സണിങ് ഈ പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സിലുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയിട്ട് ഇൻടോക്സിക്കേഷൻ ആയിട്ട് പ്രീനാറ്റൽ ഫാക്ടേഴ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ലെഡ് പോയ്സണിങ്, ആക്സിഡൻസും ഇതിലുണ്ട് പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സിൽ. ഇനി അടുത്തത് എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ്. കൾച്ചറൽ ഡിപ്രവേഷൻ, ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇന്നാഡിക്വേറ്റ് കെയർ ടേക്കേഴ്സ്, അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്തവർ, ചൈൽഡ് അബ്യൂസ് ഒക്കെ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷനാണ്. ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് IQ വെച്ചിട്ടാണ് കേട്ടോ. IQ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ റേഷ്യോ ആണ് എടുക്കുന്നത് മെൻ്റൽ ഏജിൻ്റെയും ക്രൊണോളജിക്കൽ ഏജിൻ്റെയും. ഈ ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നോക്കുന്ന ഏജ്. മെൻ്റൽ ഏജ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻ്റലിജൻസ് ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ മെൻ്റൽ ഏജ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് ഉണ്ട്. മൈൽഡിൽ വരുന്ന 50 to 70 IQ ആണ്. മോഡറേറ്റിൽ 35 to 50, സിവിയർ എന്ന് പറഞ്ഞാൽ 20 to 35, പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20. ഈ മൈൽഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കബിൾ, പിന്നെ മോഡറേറ്റ് ട്രെയിനബിൾ ആണ്, അതായത് ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ സിവിയർ, ഡിപ്പെൻഡൻറ്റ്, റിട്ടാർഡഡ്. ദെൻ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് സപ്പോർട്ട് ആവശ്യമുള്ള സാധ്യതയാണ്. മൈൽഡ് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് മിനിമം റിട്ടാർഡേഷൻ സെൻസറി മോട്ടോർ ഏരിയാസിലാണ് ഉണ്ടാക്കുന്നത്. 85 to 90% കേസസ് ഇതാണ് മൈൽഡ് റിട്ടാർഡേഷൻ. 50 to 70 IQ. ഇനി മോഡറേറ്റ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് 10% ഓഫ് മെൻ്റലി റിട്ടാർഡഡ് കം അണ്ടർ ദിസ്, അതായത് 10%. പിന്നെ സിവിയർ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ 20 to 35 ആണ് IQ. ഇതിൽ സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ ഈസ് ഓഫ്റ്റൻ റെക്കഗ്നൈസ്ഡ് ഏർലി ഇൻ ലൈഫ് വിത്ത് പുവർ മോട്ടോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ആബ്സെൻറ്റ് ഓർ മാർക്കറ്റ്ലി ഡിലേഡ് സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് ഈ സ്പീച്ച് കുറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രോപ്പറായിട്ട് വരാത്തതൊക്കെ ഈ ഒരു സിവിയർ റിട്ടാർഡേഷൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് കണക്കാക്കാം. അത് കാണുമ്പോഴൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകാവുന്നതാണ്. പിന്നെ പ്രൊഫൗണ്ട് റിട്ടാർഡേഷൻ ആണ്, അത് ബിലോ 20 ആണ്. ദിസ് ഗ്രൂപ്പ് അക്കൗണ്ട്സ് ഫോർ 1 to 2% ഓഫ് ഓൾ മെൻ്റലി റിട്ടാർഡ്. ടോട്ടൽ മെൻ്റൽ റിട്ടാർഡ് നോക്കുമ്പോൾ 1 to 2% ഇതാണ്. പിന്നെ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ഈസ് മാർക്കറ്റ്ലി ഡിലേഡ്, അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡിലേ കാണിക്കും. ദേ റിക്വയർ കോൺസ്റ്റൻറ്റ് നഴ്സിംഗ് കെയർ ആൻഡ് സൂപ്പർവിഷൻ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക്.
എന്നീ സയൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഫെയിലിയർ ടു അച്ചീവ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ. ഓരോ ഏജ് ഗ്രൂപ്പിലെ ഓരോ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടതാണ്. അതായത് ഓരോ കഴിവുകൾ അത് ഫെയിലിയർ ചെയ്യാൻ പോകും, അതായത് അച്ചീവ് ചെയ്യാൻ പറ്റാതായി പോകും. പിന്നെ ഡെഫിഷ്യൻസി ഇൻ കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് സച്ചസ് ഇനബിലിറ്റി ടു ഫോളോ കമാൻഡ്സ് ഓർ ഡയറക്ഷൻസ്. അത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇമ്പയർഡ് ആയി പോകും. പിന്നെ റെഡ്യൂസ്ഡ് എബിലിറ്റി ടു ലേൺ ഓർ ടു മീറ്റ് അക്കാഡമിക് ഡിമാൻഡ്സ്. അതായത് അക്കാഡമിക് ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതാകും. ഈ പഠിക്കാനുള്ള എബിലിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ എക്സ്പ്രസീവ് ഓർ റിസപ്റ്റീവ് ലാംഗ്വേജ് പ്രോബ്ലം. എക്സ്പ്രസ് ചെയ്യാനും റിസീവ് ചെയ്യാനും ലാംഗ്വേജ് പ്രോബ്ലം കാണിക്കുന്നുണ്ട്. സൈക്കോമോട്ടോർ സ്കിൽ ഡെഫിസിറ്റ്. സൈക്കോമോട്ടോറുള്ള സ്കിൽസിൻ്റെ ഡെഫിസിറ്റ് ഉണ്ടാകും. ഡിഫിക്കൽട്ടി ഇൻ പെർഫോമിങ് സെൽഫ് കെയർ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ന്യൂറോളജിക് ഇമ്പയർമെൻറ്റ് ഉണ്ടാകും. മെഡിക്കൽ പ്രോബ്ലംസ് സച്ചസ് സീഷേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ലോ സെൽഫ് എസ്റ്റീം, ഡിപ്രഷൻ, ലെവൽ മൂഡൊക്കെ ഉണ്ടാകുന്നുണ്ട്. ലോ ആയിട്ട് സെൽഫ് എസ്റ്റീം ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ഇറിറ്റബിലിറ്റി വെൻ ഫ്രസ്ട്രേറ്റഡ് ഓർ അപ്സെറ്റ്. ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ടൈമിൽ ഇറിറ്റബിൾ ആയിട്ട് തോന്നും അവർക്ക്. പിന്നെ ആക്ടിങ് ഔട്ട് ഓഫ് ബിഹേവിയർ. പിന്നെ ലാക്ക് ഓഫ് ക്യൂരിയോസിറ്റി ഒന്നും കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. ഇനി ഡയഗ്നോസിസ് ആണ് ഇതിൽ ഫസ്റ്റ് വൺ. ഹിസ്റ്ററി കളക്ഷൻ, ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ. പിന്നെ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റിൽ അസസ് ചെയ്യണം. അതായത് ഓരോ മൈൽ സ്റ്റോണും ഡെവലപ്പ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ് ചെയ്തോ എന്നൊക്കെ നമ്മൾ നോക്കണം, അസസ് ചെയ്ത് നോക്കണം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നോക്കുകയാണെങ്കിൽ യൂറിൻ ആൻഡ് ബ്ലഡ് എക്സാമിനേഷൻ ഫോർ മെറ്റബോളിക് ഡിസോർഡേഴ്സിനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിയോളജീൻ്റെ കാര്യത്തിൽ, അതായത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് കാരണമാകുന്നുണ്ടെന്ന്. പിന്നെ കൾച്ചർ ഫോർ സൈറ്റോജനിക് ആൻഡ് കെമിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. പിന്നെ അമ്നിയോസെൻറ്റസിസ് ഇൻ ഇൻഫൻസ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോറോണിക് വില്ലേജ് സാമ്പിളിംഗ് ചെയ്യാം. ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇവാലുവേഷൻ, EEG, എസ്പെഷ്യലി ഇഫ് സീഷേഴ്സ് ആർ പ്രസൻറ്റ്. സീഷേഴ്സ് ഉണ്ടെങ്കിൽ EEG ചെയ്യാം. CT സ്കാൻ ഓർ MRI ബ്രെയിൻ ചെയ്യാം. ട്യൂബറസ് സ്ക്ലിയോസിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് 2 സ്റ്റാൻഫോർഡ് ബൈനെറ്റ് ഇൻ്റലിജൻസ് സ്കെയിലുണ്ട്. വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രനും ഉണ്ട്. നമ്മൾ IQ കാണേണ്ട ഫോർമുല ആണല്ലോ, നോക്കാലോ. മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് കേട്ടോ IQയുടെ ഇക്വേഷൻ. ഇനി ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ് ട്രീറ്റ്മെൻറ്റ്സ്. ബിഹേവിയർ മാനേജ്മെൻറ്റ് ഓഫ് ബിഹേവിയറിനെ മാനേജ് ചെയ്യുക. എൻവയോൺമെൻറ്റൽ സൂപ്പർവിഷൻ, അവർ നിൽക്കുന്ന എൻവയോൺമെൻറ്റിനെ സൂപ്പർവൈസ് ചെയ്യുക. മോണിറ്ററിങ് ദി ചൈൽഡ്സ് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ചൈൽഡ് വളർന്നു വരുമ്പോൾ എന്തൊക്കെയാണ് ചൈൽഡിന് ആവശ്യമുള്ള നീഡ്സ്, എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രോബ്ലംസ് എന്നൊക്കെ മോണിറ്റർ ചെയ്യുക. ദെൻ പ്രോഗ്രാംസ് ദാറ്റ് മാക്സിമൈസ് സ്പീച്ച്, ലാംഗ്വേജ്, കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, സോഷ്യൽ, സെൽഫ് കെയർ ആൻഡ് ഒക്യുപേഷണൽ സ്കിൽസ്. അതായത് ഇത്തരം കാര്യങ്ങൾ സ്പീച്ച്, ലാംഗ്വേജ്, കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, സോഷ്യൽ, സെൽഫ് കെയർ, ഒക്യുപേഷണൽ സ്കിൽസ് ഒക്കെ വർദ്ധിപ്പിക്കുന്ന, മാക്സിമം ആക്കുന്ന പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക, അവരെ ഇൻവോൾവ് ആക്കുക. ഓൺഗോയിങ് ഇവാലുവേഷൻ ഫോർ ഓവർലാപ്പിംഗ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് സച്ചസ് ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡേഴ്സ്, ADHD. അതായത് ഇതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് അസസ് ചെയ്യണം. സൈക്യാട്രിക് ഡിസോർഡേഴ്സാണ് ഇതൊക്കെ, അതായത് ഡിപ്രഷൻ പോലുള്ള, ബൈപോളർ ഡിസോർഡേഴ്സ് പോലുള്ള, ADHD പോലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺഗോയിങ് ഇവാലുവേഷൻ നടത്തണം. പിന്നെ ഫാമിലി തെറാപ്പിയാണ് ടു ഹെൽപ്പ് പേരൻസ് ടു ഡെവലപ്പ് കോപ്പിംഗ് സ്കിൽസ് ആൻഡ് ഡീൽ വിത്ത് ഗിൽട്ട് ഓർ ആങ്കർ. ഫാമിലി തെറാപ്പി നൽകുക, അതായത് ഈ ഒരു പേഷ്യൻറ്റിന് കോപ്പിംഗ് സ്കിൽസും ഈ ഒരു ആങ്കർ അല്ലെങ്കിൽ ഗിൽട്ടിനൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസ് ഫോർ ചിൽഡ്രൻ യങ്ങർ ദാൻ 3 years of age with mental retardation. Provide day schools to train the child in basic skills such as bathing and feeding പോലുള്ള ബേസിക് സ്കിൽസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡേ സ്കൂൾസിൽ ചേർക്കുക. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് കൂടി നൽകാവുന്നതാണ്. ഇനി അടുത്തത് പ്രിവെൻഷനാണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമറി പ്രിവെൻഷൻ പ്രീ കൺസെപ്ഷൻ്റെ ടൈമിൽ നൽകാം, ഡ്യൂറിങ് ജസ്റ്റേഷൻ, അറ്റ് ഡെലിവറി, ചൈൽഡ്ഹുഡിൻ്റെ ടൈമിലൊക്കെ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രീ കൺസെപ്ഷൻ, ജനറ്റിക് കൗൺസിലിംഗ് വിച്ച് ഈസ് എൻ അറ്റംപ്റ്റ് ടു ഡിറ്റർമിൻ റിസ്ക് ഓഫ് occurrence of specific genetic or chromosomal disorders. അത് ജനറ്റിക് കൗൺസിലിംഗ് നമ്മൾ ഇപ്പോഴും ഫാമിലിയിൽ മുമ്പ് ആക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ഓഫ് മെറ്റേണൽ ഒബല്ല, വെനറൽ ഡിസീസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അഡിക്വേറ്റ് മെറ്റേണൽ ന്യൂട്രീഷൻ ക്യാൻ ലേ ദ സൗണ്ട് ഓഫ് മെറ്റബോളിക് ഫൗണ്ടേഷൻ ഫോർ ദ ലേറ്റർ ചൈൽഡ് ബിയറിംഗ്. അതായത് അഡിക്വേറ്റ് ആയിട്ട് മെറ്റേണൽ ന്യൂട്രീഷൻ നൽകുക. പിന്നെ ഫാമിലി പ്ലാനിങ് ഇൻ ടേംസ് ഓഫ് സൈസ്, അപ്രോപ്രിയേറ്റ് സ്പേസിങ് ആൻഡ് ഏജ് ഓഫ്
Parents can also affect a variety of specific causal agents. അതായത് ഫാമിലി പ്ലാനിങ് പ്രോപ്പറായിട്ട് ചെയ്യുക, സൈസിൻ്റെ അപ്രോപ്രിയേറ്റ് സ്പേസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ ഡ്യൂറിങ് ജസ്റ്റേഷൻ്റെ ടൈമിലാണെങ്കിൽ 2 ജനറൽ അപ്രോച്ചസ് ടു പ്രിവെൻഷൻ ഓഫ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പീരീഡ്. അതായത് പ്രീനാച്ചുറൽ കെയർ ഉണ്ട്, അനാലിസിസ് ഓഫ് ഫീറ്റസ് ഫോർ പോസിബിൾ ജനറ്റിക് ഡിസോർഡേഴ്സ്. ഇതിൽ പ്രീനാച്ചുറൽ കെയർ ആണ് അഡിക്വേറ്റ് ന്യൂട്രീഷൻ, ഫീറ്റൽ മോണിറ്ററിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസീസ്. അതായത് അഡിക്വേറ്റ് ആയിട്ട് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക, അവോയ്ഡൻസ് ഓഫ് ടെററ്റോജനിക് സബ്സ്റ്റൻസസ് ലൈക്ക് എക്സ്പോഷർ ടു റേഡിയേഷൻസ് ആൻഡ് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. അതായത് ടെററ്റോജനിക് സബ്സ്റ്റൻസിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ അനാലിസിസ് ഓഫ് ഫീറ്റസ് ഫോർ പോസിബിൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ് ബൈ അമ്നിയോസിന്തസിസ്, ഫീറ്റോസ്കോപ്പി, ഫീറ്റൽ ബയോപ്സി, അൾട്രാസൗണ്ട് ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ചെയ്യുന്ന പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നതാണ് ഡെലിവറി കണ്ടക്ട് ചെയ്യുന്നത് എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ആയിരിക്കണം. ഇൻ കേസ് ഓഫ് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ, ഇപ്പോൾ അമ്മക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്പെർട്ട് ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോടെ സ്റ്റാഫ് പിന്നെ അതൊക്കെ വേണം ഈ ഒരു പ്രഗ്നൻസി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജനിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടും 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും അബ്ഗാസ് സ്കോറിങ് എടുക്കുക. പിന്നെ ക്ലോസ് മോണിറ്ററിങ് ഓഫ് മദർ ആൻഡ് ചൈൽഡ്, അമ്മേനെയും കുട്ടിയെയും നല്ലോണം മോണിറ്റർ ചെയ്യുക ക്ലോസ് ആയിട്ട്. പിന്നെ ഗാമഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ നൽകാവുന്നതാണ്. അതായത് ഇപ്പോൾ അമ്മ ആഴ്ച നെഗറ്റീവും കുഞ്ഞ് ആഴ്ച പോസിറ്റീവ് ആണെങ്കിൽ ഈ കുഞ്ഞിനെതിരെ അമ്മയുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഗാമഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ നൽകാവുന്നതാണ്. പിന്നെ ചൈൽഡ്ഹുഡ് ചെയ്യേണ്ട പ്രൈമറി പ്രിവെൻഷനാണ് പ്രോപ്പർ ന്യൂട്രീഷൻ ത്രൂ ഔട്ട് ദ ഡെവലപ്മെൻറ്റൽ പീരീഡ്. ഡെവലപ്മെൻറ്റൽ മുഴുവനായിട്ട് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ നൽകുക, ഡയറ്ററി റെസ്ട്രിക്ഷൻ വെക്കുക ഇപ്പോൾ സ്പെസിഫിക് മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ കേസിൽ. പിന്നെ അവോയ്ഡൻസ് ഓഫ് ഹസാർഡ്സ് ഇൻ ചൈൽഡ്സ് എൻവയോൺമെൻറ്റ്, ചൈൽഡിൻ്റെ എൻവയോൺമെൻറ്റിലുള്ള ഹസാർഡ്സ് നീക്കം ചെയ്യുക. പിന്നെ അടുത്തത് സെക്കൻഡറി പ്രിവെൻഷനാണ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിവെൻറ്റബിൾ ഡിസോർഡേഴ്സ്. അതായത് തടയാൻ പറ്റുന്ന ഡിസോർഡേഴ്സ് ആദ്യമേ കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിൾ വരുന്നതാണ് ഫീനൽ കീറ്റോയൂറിയ, ഹൈപ്പോതൈറോയിഡ്സ് ഒക്കെ. പിന്നെ ഏർലി റെക്കഗ്നിഷൻ ഓഫ് പ്രസൻസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ ആദ്യം തന്നെ റെക്കഗ്നൈസ് ചെയ്യാതെ ഉണ്ടോയെന്ന്. എ ഡിലേ ഇൻ ഡയഗ്നോസിസ് മേ കോസ് അൺഫോർച്ചുനേറ്റ് ഡിലേ ഇൻ റിഹാബിലിറ്റേഷൻ. അതായത് എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുക. പിന്നെ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ്, ഇമോഷണലും ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അതിന് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് നൽകുക. അടുത്തത് ടെറിഷറി പ്രിവെൻഷനാണ്. ഇതിൽ റിഹാബിലിറ്റേഷൻ ഇൻ വൊക്കേഷണൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഏരിയാസ് ചെയ്യണം. അതായത് ജോലിപരമായിട്ടും ഫിസിക്കലായിട്ടുള്ള റിഹാബിലിറ്റേഷൻ സോഷ്യൽ ഏരിയാസിലുള്ളത് അതൊക്കെ, അതായത് ഇൻട്രാക്ഷനൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് ലീഗൽ ആസ്പെക്ട്സ് കൺസേണിങ് പേഷ്യൻ്റ് വിത്ത് മെൻ്റൽ ഡിസബിലിറ്റീസ്. മെൻ്റൽ ഡിസബിലിറ്റി പേഷ്യൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലീഗൽ ആസ്പെക്ട്സ് ആണ്. മെൻ്റലി റിട്ടാർഡഡ് ആർ ട്രീറ്റഡ് ആസ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അണ്ടർ സെക്ഷൻ 2 ഓഫ് ദി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആക്ട് 1995. പിന്നെ ദി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ വെൽഫെയർ ഓഫ് മെൻ്റലി റിട്ടാർഡഡ് പേഴ്സൺ ആർ PWD ആക്ട് 1995 ആൻഡ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. Then Indian Railways and some state governments have schemes for travel facilities for persons with disabilities. അത് നമ്മുടെ പാസ്സൊക്കെ വരുന്ന സംഭവമാണ്. പിന്നെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അലോ ഡിഡക്ഷൻ ഇൻ ദി റെസ്പെക്ട് മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഓഫ് എ ഡിപ്പെൻഡ് ഹൂ ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് മെൻ്റൽ ഇൽനെസ് അണ്ടർ സെക്ഷൻ 18DD. സോ ഇതൊക്കെയാണ് ടോപ്പിക്ക് നമ്മുടെ. പിന്നെ ഒരു ബിഹേവിയറൽ മാനിഫെസ്റ്റേഷൻ ഓഫ് മെൻ്റലി റിട്ടാർഡ് ചിൽഡ്രൻ ഉണ്ട്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സോ താങ്ക് യു, ബൈ, താങ്ക് യു.